ഹലോ മൈ ഡിയേഴ്സ്, കപ്പ പുഴുങ്ങിയതും ചിക്കൻ വരട്ടിയതുമായിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നല്ല സ്പൈസി ചിക്കൻ ഗ്രേവി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായി ഞാൻ 4 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കീറല് കൊടുത്തിട്ട് കണ്ടില്ലേ. ഇനി ഇതിനാവശ്യമുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല. അതിനുശേഷം ഒരു മുട്ടയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, നല്ല പോലെ മിക്സ് ചെയ്യാം. ആ കീറല് കൊടുത്ത ഭാഗത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ മസാലയൊക്കെ ഇട്ട് കൊടുത്താൽ ഉള്ളിലെ മസാലയൊക്കെ നല്ല പോലെ പിടിച്ചു കിട്ടും. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് കപ്പ പുഴുങ്ങാനുള്ളത് റെഡിയാക്കി എടുക്കാം. ഇതാണ് കപ്പ. അപ്പൊ ഇതിങ്ങനെ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് തൊലി കളഞ്ഞ് എടുക്കാം. അങ്ങനെ ഇതുപോലെ എല്ലാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് നമുക്ക് എടുത്തു വെക്കാം. ഇതാ കണ്ടില്ലേ, ഇതേപോലെ തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ ഞാൻ എല്ലാ കപ്പയും ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നല്ല ക്യൂബ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യാം. അങ്ങനെ എല്ലാം ഞാൻ അതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലാണ് വെക്കുന്നത്. അപ്പൊ കുക്കറിലോട്ടേക്ക് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം. കപ്പ മുഴുവനായി മുങ്ങത്തക്ക വിധത്തിൽ വേണം വെള്ളം ഒഴിക്കാന്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം, എന്നാലേ നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു വിസിലിന് വേവിക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ, അത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ കപ്പ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. വെള്ളത്തിന്റെ ആവശ്യമില്ല, ഗ്യാസ് കട്ട് മാറ്റിയിട്ട് വേണേ ഊറ്റിക്കളയാൻ. അപ്പൊ അങ്ങനെ എല്ലാ വെള്ളവും ഊറ്റിക്കളഞ്ഞ് കണ്ടില്ലേ, ഇപ്പൊ വെള്ളമൊക്കെ വാർന്നു പോയില്ലേ. അങ്ങനെ കപ്പ നോക്കാം നമുക്ക് വെന്തോന്ന്. അപ്പൊ നല്ല വെന്തിട്ടുണ്ട് കപ്പയൊക്കെ. ഇതാ കണ്ടില്ലേ. അങ്ങനെ എൻ്റെ കപ്പ ഇവിടെ റെഡിയായി. ഇതിപ്പോ ഞാനിങ്ങനെ പുഴുങ്ങിയതേ ഉള്ളൂ. ഇതിൽ തേങ്ങയും വെളുത്തുള്ളിയും കരിവേപ്പിലയും ഇട്ടിട്ട് അങ്ങനെയും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമ്മുടെ ചിക്കൻ എന്തായി എന്ന് നോക്കാം. ഒരു ഭാഗം കുറച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചിട്ടിട്ട് കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ ചിക്കനും നമുക്ക് വെന്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കുറച്ച് ഗ്രേവി ഉണ്ടാക്കണ്ടേ. ചിക്കൻ വരട്ടിയതല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനായിട്ട് കുറച്ച് ഗ്രേവി പോലെ നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് വേറൊരു പാനിൽ നമുക്ക് ഒരു ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത്. നെയ്യ് ഒഴിച്ചാലൊക്കെ ടേസ്റ്റ് ആണല്ലോ, അത് കാരണത്തിൽ നെയ്യ്. ഇനി അതില്ലെങ്കിൽ ആവശ്യമില്ല, ബട്ടറോ അല്ലെങ്കിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വെളുത്തുള്ളിയും പെരുംജീരകവും ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് ഒന്ന് വാടിയതിന് ശേഷം കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാം. അത് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, സോയാ സോസ് ചേർത്താലും മതിയാവും. പിന്നെ ഈ വേവിച്ചു വെച്ച ചിക്കനും അതിൻ്റെ മസാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലോട്ടേക്ക് ഇട്ടിട്ട് നല്ല വരട്ടിയെടുക്കാം. അങ്ങനെ ചിക്കൻ ഗ്രേവിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വാങ്ങാവുന്ന നേരത്ത് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എൻ്റെ കപ്പ പുഴുങ്ങിയതും ചിക്കൻ വരട്ടിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ നല്ല നല്ല റെസിപ്പി വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.